എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെറ്റ് മലയാളത്തിലെ പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കല്യാണ സൗഗന്ധികം കഥ മഹാഭാരതത്തിലെ ഏത് പർവ്വത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? കല്യാണ സൗഗന്ധികം കഥ മഹാഭാരതത്തിലെ വനപർവ്വത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മഹാഭാരതത്തിലെ 18 പർവ്വങ്ങളെയും ആ പർവ്വങ്ങളിൽ ഉൾപ്പെട്ട ചില കൃതികളെയും പരിചയപ്പെടാം. ആദിപർവം തന്നെയാണ്. ഭഗവത ആട്ടക്കഥയെല്ലാം ആദിപർവത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൗരവരുടെയും പാണ്ഡവരുടെയും ജനനവും രാജവംശവും അതുപോലെ തന്നെ കൗരവർക്ക് പാണ്ഡവരോടുള്ള അസൂയയും ദ്രോഹങ്ങളുമാണ് ആദിപർവത്തിൽ പെടുന്നത്. അരക്കില്ലം ഉണ്ടാക്കി പാണ്ഡവരെ അതിൽ കുടുക്കി കൊല്ലാൻ ശ്രമിക്കുന്നതും അവിടെ നിന്ന് രക്ഷപ്പെട്ട് പാണ്ഡവർ ഒരു ബ്രാഹ്മണ ഗൃഹത്തിൽ അഭയം തേടും. ആ ബ്രാഹ്മണ ഗൃഹത്തിലെ കുമാരനെ അന്ന് ഭഗനെന്ന രാക്ഷസൻ ഭക്ഷണമാക്കുന്ന ദിവസമായിരുന്നു. ആ ബ്രാഹ്മണ കുമാരന് പകരം ഭീമസേനൻ ഭഗൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതും ഭഗനെ വധിക്കുന്നതുമാണ് ഭഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആദിപർവത്തിലാണ് ഭഗവതം ഉൾപ്പെടുന്നത്. രണ്ടാമത്തെ പർവം സഭാപർവമാണ്. അവിടെയാണ് കൗരവരും പാണ്ഡവരും തമ്മിലുള്ള പകിടകളി, ദ്രൗപദിയുടെ അപമാനം എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാമത്തെ പർവമാണ് വനപർവം. വനപർവമാണ് ആരണ്യപർവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വനപർവത്തിലാണ് നളചരിത ആട്ടക്കഥയെല്ലാം ഉൾപ്പെടുന്നത്. വനപർവം 52 മുതൽ 79 വരെയുള്ള അധ്യായത്തിലാണ് നളചരിതം ആട്ടക്കഥയിലെ കഥ പരാമർശിക്കുന്നത്. 12 വർഷത്തെ പാണ്ഡവരുടെ വനവാസ കാലത്തെക്കുറിച്ചൊക്കെയാണ് വനപർവത്തിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ വനവാസ കാലഘട്ടത്തിൽ നടന്ന കഥകളെല്ലാം അതുമായി ബന്ധപ്പെട്ട നോവലായാലും കവിതകളിലെല്ലാം ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മഹാഭാരതം വനപർവത്തിലെ കഥയാണ്. അടുത്തത് വിരാടപർവമാണ്. 12 വർഷത്തെ വനവാസത്തിന് ശേഷമുള്ള 2 വർഷത്തെ വിരാട രാജ്യത്ത് പാണ്ഡവർ ഒളിവിൽ താമസിച്ച കാലത്തെയാണ് വിരാടപർവത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കീചകവധം ആട്ടക്കഥയിലെ കഥയെല്ലാം വിരാടപർവത്തിൽ നിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. ഭീമസേനൻ കീചകനെ വധിക്കുന്നതാണ് കീചകവധം കഥ. അടുത്ത പർവം ഉദ്യോഗപർവമാണ്. കുരുക്ഷേത്ര യുദ്ധത്തിന് മുമ്പുള്ള യുദ്ധം നടക്കാതിരിക്കാൻ വേണ്ടി സംഘടിപ്പിച്ച ചർച്ചകളും പരാജയപ്പെട്ട ചർച്ചകളും സഖ്യരൂപീകരണമൊക്കെയാണ് ഉദ്യോഗപർവത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം ഭീഷ്മപർവമാണ്. ഭീഷ്മപർവത്തിലാണ് ഭഗവത്ഗീത ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭീഷ്മപർവം 23 മുതൽ 40 വരെയുള്ള അധ്യായത്തിലാണ് ഭഗവത്ഗീത ഉൾപ്പെടുന്നത്. യുദ്ധത്തിൽ ഭീഷ്മരുടെ നേതൃത്വമാണ് ഭീഷ്മപർവത്തിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ദ്രോണപർവമാണ്. അഭിമന്യുവിൻ്റെ മരണവും ദ്രോണരുടെ മരണമെല്ലാം ദ്രോണപർവത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദ്രോണരുടെ മരണശേഷമാണ്, അതായത് കുരുക്ഷേത്ര യുദ്ധത്തിലെ ആദ്യത്തെ 10 ദിവസം കർണൻ യുദ്ധത്തിൽ പങ്കെടുത്തില്ല. അതിനുശേഷം ദ്രോണപർവത്തിന് ശേഷമാണ് കർണപർവം വരുന്നത്. കർണനും അർജുനുമായുള്ള യുദ്ധവും കർണൻ്റെ വീര്യമൊക്കെയാണ് കർണപർവത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് ശല്യപർവമാണ്. യുദ്ധത്തിൻ്റെ അവസാനവും കാര്യങ്ങളൊക്കെയാണ് ശല്യപർവത്തിൽ. പിന്നെ സൗബന്ധിക പർവം. ഉറങ്ങിക്കിടക്കുന്ന യോദ്ധാക്കളെ അശ്വത്ഥാമാവ് കൂട്ടക്കൊല ചെയ്താണ് പ്രധാനമായും സൗബന്ധിക പർവത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം സ്ത്രീപർവമാണ്. സ്ത്രീകളുടെ വിലാപവും യുദ്ധാനന്തരം സ്ത്രീകൾക്ക് മക്കളെയും ഭർത്താവിനെയും നഷ്ടപ്പെട്ട സ്ത്രീകളുടെ വിലാപമാണ് സ്ത്രീപർവത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത് അശ്വമേധിക പർവം. അർജുനൻ്റെ വിജയങ്ങളും മറ്റുമാണ് അശ്വമേധിക പർവത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത് ആശ്രമവാസിക പർവം. ധൃതരാഷ്ട്രർ, ഗാന്ധാരി, കുന്തി, വിതുരർ എന്നിവരുടെ ഭൗതിക ലോക ത്യജിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആശ്രമവാസിക പർവത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം പർവ്വങ്ങളെക്കുറിച്ചൊരു ധാരണയുണ്ടായാൽ ഇതുപോലെ കല്യാണ സൗഗന്ധികം,
ഭഗവതം, ഇതൊക്കെ ഏത് പർവ്വത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും. യാദവ വംശത്തിൻ്റെ നാശമൊക്കെ പറഞ്ഞിരിക്കുന്ന പർവ്വമാണ് മൗസല പർവ്വം. അടുത്തത് മഹാപ്രസ്ഥാനിക പർവ്വം. ഇതാണ് യുധിഷ്ഠിരൻ്റെയും സഹോദരൻ്റെയും ദ്രൗപദിയുടെയും ഹിമാലയ യാത്രയെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത് മഹാപ്രസ്ഥാനിക പർവ്വത്തിലാണ്. അവസാനത്തേത് സ്വർഗാരോഹണ പർവ്വം. യുധിഷ്ഠിരൻ്റെയും പരീക്ഷണവും സ്വർഗാരോഹണവും ജീവിതചക്രത്തിൻ്റെ സമാപനവുമാണ് സ്വർഗാരോഹണ പർവ്വത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തൊരു ചോദ്യം, രാമാദികൾക്കും അബദ്ധം പിണഞ്ഞുപോൽ. ഈ വരികളിൽ സൂചിപ്പിക്കുന്നത്, നമുക്ക് ഓരോ ഓപ്ഷൻസ് നോക്കാം. ആദ്യത്തെ ഉത്തരമാണ് ശരി, പൊന്മാനിൻ്റെ പിന്നാലെ പോയത്. സീതയെ ഉപേക്ഷിച്ചത് രാമൻ മാത്രമാണ്. അപ്പോൾ അവിടെ രാമാദികൾക്കും എന്നൊരു പ്രയോഗം വരില്ല. വിച്ഛിന്നാഭിഷേകം എന്ന് പറയുന്നത് ശ്രീരാമൻ്റെ പട്ടാഭിഷേകം നിർത്തിവെച്ചിട്ട് ഭരതനെ രാജാവായി വാഴിക്കാനുള്ള തീരുമാനമെടുക്കുന്നതും 14 വർഷം ശ്രീരാമനെ വനവാസത്തിന് അയക്കുന്നതുമായി ബന്ധപ്പെട്ട കഥയാണ് വിച്ഛിന്നാഭിഷേകം. ശംഭുകനെ വധിക്കുന്നത് ശ്രീരാമനാണ്. അതൊരു ബ്രാഹ്മണ കുമാരനെ രക്ഷിക്കാൻ വേണ്ടി ശംഭുകനെ വധിക്കുന്ന സംഭവമാണ്. അപ്പോൾ രാമാദികൾക്കും അബദ്ധം ഇണഞ്ഞപ്പോൾ എന്നത് പൊന്മാനിൻ്റെ പിന്നാലെ പോയ കഥയാണ്. അടുത്തത് ഹരിതകം എന്ന കവിതാ വെബ്സൈറ്റിൻ്റെ ഉടമ PP രാമചന്ദ്രൻ. അടുത്തൊരു ചോദ്യം, ബംഗാൾ വിഭജനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിർമ്മിച്ച് സംവിധാനം ചെയ്ത G. അരവിന്ദൻ്റെ ചലച്ചിത്രം. ഈ 4 ചലച്ചിത്രം G. അരവിന്ദൻ്റെ തന്നെയാണ്. വാസ്തുഹാരയാണ് ബംഗാൾ വിഭജനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിർമ്മിച്ചത്. ഉത്തരായനം 1975 അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ അനുബന്ധമായ ഒരു ചലച്ചിത്രമാണ് ഉത്തരായനം. തിക്കോടിയനാണ് ഇതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, മലയാളത്തിലെ ഭാഷയിലെ ആദ്യത്തെ സാഹിത്യ ചരിത്രം മലയാള ഭാഷാ ചരിത്രമാണ്. എഴുതിയിരിക്കുന്നത് P. ഗോവിന്ദപിള്ള. വർഷം ചോദിക്കാറുണ്ട്. 1881. ഭാഷയിലെ ആദ്യത്തെ സാഹിത്യ ചരിത്രം മലയാള ഭാഷാ ചരിത്രം. എഴുതിയിരിക്കുന്നത് P. ഗോവിന്ദപിള്ള. 1881. ഉള്ളൂരിൻ്റെ മഹാകവി ഉള്ളൂരിൻ്റെ കേരള സാഹിത്യ ചരിത്രത്തിന് എത്ര ഭാഗങ്ങളുണ്ട്? 7 ഭാഗങ്ങളായിട്ട് 5 പുസ്തകമായിട്ടാണ് പുറത്തിറക്കിയിരിക്കുന്നത് മഹാകവി ഉള്ളൂരിൻ്റെ കേരള സാഹിത്യ ചരിത്രം. സാഹിത്യം ചർച്ചയും പൂരണവും ആരുടെ പുസ്തകമാണ്? സാഹിത്യ ചർച്ചയും പൂരണവും വടക്കംകൂറിൻ്റെ പുസ്തകമാണ്. സാഹിത്യ ചർച്ചയും പൂരണവും. കുഞ്ചന് മുമ്പ് കുഞ്ചന് ശേഷം എഴുതിയിരിക്കുന്നത് മാടശ്ശേരി. കുഞ്ചന് മുമ്പ് കുഞ്ചന് ശേഷം എഴുതിയിരിക്കുന്നത് മാടശ്ശേരി. കേരള സംസ്കൃത സാഹിത്യ ചരിത്രം എഴുതിയിരിക്കുന്നത് വടക്കംകൂർ. കേരള സംസ്കൃത സാഹിത്യ ചരിത്രം എഴുതിയിരിക്കുന്നത് വടക്കംകൂർ. മലയാള നാടക സാഹിത്യ ചരിത്രം എഴുതിയിരിക്കുന്നത് G. ശങ്കരപ്പിള്ള. മലയാളം നാടക സാഹിത്യ ചരിത്രം G. ശങ്കരപ്പിള്ള. മലയാള നോവൽ സാഹിത്യ ചരിത്രം എഴുതിയിരിക്കുന്നത് KM തരകൻ. മലയാള നോവൽ സാഹിത്യ ചരിത്രം KM തരകൻ. മലയാള കവിതാ സാഹിത്യ ചരിത്രം M. ലീലാവതി. മലയാള കവിതാ സാഹിത്യ ചരിത്രം M. ലീലാവതി. കൈരളിയുടെ കഥ N. കൃഷ്ണപിള്ളയുടെ കൃതിയാണ്. കൈരളിയുടെ കഥ N. കൃഷ്ണപിള്ള. വളരുന്ന കൈരളി KM ജോർജ്. വളരുന്ന കൈരളി KM ജോർജിൻ്റെ പുസ്തകമാണ്. സാഹിത്യ കൗസ്തുഭം വടക്കംകൂറിൻ്റെ കൃതിയാണ്. സാഹിത്യ കൗസ്തുഭം. വിജ്ഞാന ദീപിക എഴുതിയിരിക്കുന്നത് ആരാണ്? മഹാകവി ഉള്ളൂർ. വിജ്ഞാന ദീപിക മഹാകവി ഉള്ളൂരിൻ്റെ കൃതിയാണ്. കേരള ഭാഷാ വിജ്ഞാനീയം K. ഗോദവർമ്മ. കേരള ഭാഷാ വിജ്ഞാനീയം K. ഗോദവർമ്മ. ഇബ്സൻ്റെ നാടകസങ്കല്പം G. ശങ്കരപ്പിള്ളയുടെ കൃതിയാണ്. ഇബ്സൻ്റെ നാടകസങ്കല്പം. ആദ്യത്തെ നിഘണ്ടു അർണോസ് പാതിരി എഴുതിയ മലയാളം പോർട്ടുഗീസ് നിഘണ്ടുവാണ്. വൊക്കാബുലറിയം മലബാറിക്ക ലുസിത്താനം എന്നാണ് പറയുക. ഇതിനെ ആദ്യം നിഘണ്ടുവായി പരിഗണിക്കാം. ഇത് മലയാള പദങ്ങൾക്ക് പോർട്ടുഗീസ് ഭാഷയിൽ അർത്ഥമായിരുന്നു. മലയാള പദങ്ങൾക്ക് ആദ്യമായി ഇംഗ്ലീഷിൽ അർത്ഥം എഴുതിയ ഡിക്ഷണറി തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലി. മലയാള പദങ്ങൾക്ക് ഇംഗ്ലീഷിൽ അർത്ഥമുള്ളത് എഴുതിയത് ബെഞ്ചമിൻ ബെയ്ലി. ഒരു വിദേശി രചിച്ച മലയാളത്തിലെ ആദ്യത്തെ ഏകഭാഷാ നിഘണ്ടു, അതായത് മലയാള പദങ്ങൾക്ക് മലയാളത്തിൽ തന്നെ അർത്ഥം എഴുതിയത്
റിച്ചാർഡ് കോളിൻസിൻ്റെ മലയാള നിഘണ്ടുവാണ്. ശാസ്ത്രീയമായ രീതിയിൽ തയ്യാറാക്കിയ ആദ്യ ദ്വിഭാഷ നിഘണ്ടു ഗുണ്ടർട്ടിൻ്റെ ആയിരുന്നു. ശാസ്ത്രീയ രീതിയിൽ തയ്യാറാക്കിയ ആദ്യ ദ്വിഭാഷ നിഘണ്ടു ഗുണ്ടർട്ടിൻ്റെയാണ്. ഒരു മലയാളി നിർമ്മിച്ച ആദ്യ നിഘണ്ടു നിർമ്മിച്ചത് തോബിയാസ് സക്കറിയാസിൻ്റെയാണ്. ഒരു മലയാളി നിർമ്മിച്ച ആദ്യ നിഘണ്ടു തോബിയാസ് സക്കറിയാസിൻ്റെ ആയിരുന്നു. ഒരു മലയാളി നിർമ്മിച്ച ആദ്യ ഏകഭാഷ നിഘണ്ടു ശബ്ദതാരാവലി. ഒരു മലയാളി നിർമ്മിച്ച ആദ്യ ഏകഭാഷ നിഘണ്ടു ശബ്ദതാരാവലി ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ളയുടെ. ശബ്ദങ്ങളെ വ്യുത്പത്തിയുടെ അകാരാദിക്രമത്തിൽ ആദ്യമായി വിവരിച്ചെഴുതിയ നിഘണ്ടു തയ്യാറാക്കിയത് ആർ നാരായണ പണിക്കർ. നവയുഗ ഭാഷാ നിഘണ്ടു. ആർ നാരായണ പണിക്കരുടെ നവയുഗ ഭാഷാ നിഘണ്ടു അകാരാദിക്രമത്തിൽ എഴുതിയിരിക്കുന്ന നിഘണ്ടു. കേരള യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ച നിഘണ്ടുവാണ് മലയാള മഹാനിഘണ്ടു. ഇതിൻ്റെ സ്ഥാപക എഡിറ്റർ ശൂരനാട് കുഞ്ഞൻപിള്ള. കേരള യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയ നിഘണ്ടുവാണ് മലയാള മഹാനിഘണ്ടു. ഇതിൻ്റെ സ്ഥാപക എഡിറ്ററായിരുന്നു ശൂരനാട് കുഞ്ഞൻപിള്ള. മലയാള ശൈലി നിഘണ്ടുവിൻ്റെ കർത്താവ് ടി രാമലിംഗം പിള്ള. മലയാള ശൈലി നിഘണ്ടുവിൻ്റെ കർത്താവ് ടി രാമലിംഗൻ പിള്ള. മലയാളത്തിലെ ആദ്യ പത്രം 1847 പുറത്തിറങ്ങിയ രാജ്യസമാചാരമാണ്. ആ പത്രം ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടർട്ടായിരുന്നു. മതപ്രചരണത്തിനുള്ളൊരു മാർഗ്ഗം എന്ന നിലയിലാണ് ആ പത്രം ആരംഭിച്ചത്. ജർമ്മൻകാരനായ ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് ഭാഷയ്ക്കും സാഹിത്യത്തിനും വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃതികളാണ് പഴയ നിയമം, പഴഞ്ചൊൽമാല, കേരളപ്പഴമ തുടങ്ങിയവ. മലയാള ഭാഷാ വ്യാകരണം, പാഠമാല, പഴഞ്ചൊൽമാല, കേരളപ്പഴമ തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ. മലയാള ഭാഷ സംശ്ലിഷ്ട കക്ഷിയിൽപ്പെട്ട ഭാഷയാണ്. മലയാള ഭാഷ സംശ്ലിഷ്ട കക്ഷിയിൽപ്പെട്ട ഭാഷയാണ്. മലയാള ഭാഷയുടെ ഉത്ഭവത്തിൽ സംസ്കൃതജന്യവാദത്തിൻ്റെ പ്രധാന പ്രചാരകൻ കോവുണ്ണി നെടുങ്ങാടിയാണ്. സംസ്കൃതജന്യവാദത്തിലെ പ്രമുഖർ കോവുണ്ണി, വടക്കുംകൂർ, CP വാസുദേവ ഭട്ടത്തിരി. ദ്രാവിഡ ഭാഷാ ഗോത്രത്തിൽ നിന്നാണ് മലയാള ഭാഷയുടെ ഉത്ഭവം അഥവാ തമൂലിയൻ എന്നാണ് മലയാള ഭാഷയുടെ ഉത്ഭവം എന്ന് പറയുന്നത് കാൾഡിലാണ്. ഭാരതത്തിൻ്റെ മൂലലിപി എന്ന് പറയുന്നത് ബ്രാഹ്മി അഥവാ ശോകലിപിയാണ്. മിശ്രഭാഷാവാദത്തിൻ്റെ പ്രധാന പ്രവാചകൻ ഇളംകുളമാണ്. പ്രാചീന മലയാളം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ചട്ടമ്പി സ്വാമികൾ. ട്രാവൺകൂർ സ്റ്റേറ്റ് മാനുവൽ എഴുതിയത് വേലുപ്പിള്ള. കേരള ഭാഷയുടെ വികാസ പരിണാമങ്ങൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഇളംകുളം കുഞ്ഞൻപിള്ള. വടക്കേ ഇന്ത്യയിൽ പ്രചാരത്തിലുള്ള ദ്രാവിഡ ഭാഷ ബ്രാഹുയി. വടക്കേ ഇന്ത്യയിൽ പ്രചാരത്തിലുള്ള ദ്രാവിഡ ഭാഷ ബ്രാഹുയി. സംഖ്യാശബ്ദകോശത്തിൻ്റെ കർത്താവ് NP രാമചന്ദ്രൻ നായർ. സംഖ്യാശബ്ദകോശത്തിൻ്റെ കർത്താവ് NP രാമചന്ദ്രൻ നായർ. ഉള്ളൂരിൻ്റെ കേരള സാഹിത്യ ചരിത്രത്തിന് അനുബന്ധമായൊരു ഗ്രന്ഥരചന നടത്തിയത് വടക്കംകൂർ. കഥകളി വിജ്ഞാനകോശം അയ്മനം കൃഷ്ണ കൈമളുടെ പുസ്തകമാണ് കഥകളി വിജ്ഞാനകോശം. പാട്ടിന് ലക്ഷണം പറഞ്ഞിരിക്കുന്ന ലീലാതിലകത്തിൽ 1-ാം ശില്പത്തിലാണ്. പാട്ടിന് ലക്ഷണം പറഞ്ഞിരിക്കുന്നത് ലീലാതിലകത്തിലെ 1-ാം ശില്പത്തിലാണ്. മലയാളത്തിലെ ആദ്യ കാവ്യം എന്ന് പറയുന്നത് പാട്ടുകൃതിയാണ് രാമചരിതം. രാമചരിതത്തെ ഇരാമചരിതം എന്ന് വിശേഷിപ്പിച്ചത് ഹെർമൻ ഗുണ്ടർട്ട്. രാമചരിതത്തെ ഇരാമചരിതം എന്ന് വിശേഷിപ്പിച്ചത് ഹെർമൻ ഗുണ്ടർട്ട്. രാമചരിത കർത്താവിനെ ചാസർ എന്ന് വിശേഷിപ്പിച്ചത് ഉള്ളൂർ. രാമചരിത കർത്താവിനെ ചാസർ എന്ന് വിശേഷിപ്പിച്ചത് ഉള്ളൂർ. 164 പടലങ്ങളും 1814 പാട്ടുമാണ് രാമചരിതത്തിലുള്ളത്. രാമചരിതം വീരരസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് യുദ്ധകാന്ഡമാണ് രചനയ്ക്ക് സ്വീകരിച്ചിരിക്കുന്നത്. യുദ്ധകാന്ഡത്തിൽ നിന്നാണ്. വാൽമീകി രാമായണത്തോടും കമ്പരാമായണത്തോടും അനുകരിച്ചിട്ടാണ് അതിൻ്റെ കാവ്യരചന വരുന്നത്. ചോദിച്ചിട്ടുണ്ട് ഒരിക്കൽ. അടുത്തത് തിരുനിഴൽമാല. കാസർഗോഡ് ജില്ലയിലെ വെള്ളൂർ എന്ന സ്ഥലത്തുനിന്നാണ് ഡോക്ടർ MM പുരുഷോത്തമനാണ് തിരുനിഴൽമാല കണ്ടെടുത്ത് പ്രസിദ്ധീകരിച്ചത്. ഇരവിക്കുട്ടിപ്പിള്ള പോരാണ് കളിയാൻകുളത്ത് പോര് എന്ന പേരിൽ അറിയപ്പെടുന്നത്.
തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ആഭ്യന്തര കലഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കൃതിയാണ് അഞ്ചു തമ്പുരാൻ പാട്ട്. തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ആഭ്യന്തര കലഹമാണ് വിഷയം. അഞ്ചു തമ്പുരാൻ പാട്ടിൽ ആദ്യത്തെ പൂർണ്ണ രാമായണ കൃതി എന്ന് വിശേഷിപ്പിക്കുന്നത് രാമകഥാപാട്ട് അയ്യപ്പിള്ളി ആശാൻ്റെ. ആദ്യത്തെ പൂർണ്ണ രാമായണ കൃതി രാമകഥാപാട്ട് അയ്യപ്പിള്ളി ആശാൻ്റെ. രാമകഥാപാട്ടിന് ഭാഷാ പരിമളം എന്നൊരു വിവർത്തനം തയ്യാറാക്കുന്നത് പി.കെ. നാരായണപിള്ള. രാമകഥാപാട്ടിന് ഭാഷാ പരിമളം എന്ന പേരിൽ വ്യാഖ്യാനം തയ്യാറാക്കിയത് ഡോക്ടർ പി.കെ. നാരായണപിള്ള. അയ്യപ്പിള്ളി ആശാൻ്റെ സഹോദരനായ അയ്യനപ്പിള്ളി ആശാൻ്റെ കൃതിയാണ് ഭാരതം പാട്ട്. കോവളം കവികളെന്ന് വിശേഷിപ്പിക്കുന്നത് അയ്യപ്പിള്ളി ആശാനും അയ്യനപ്പിള്ളിയുമാണ്. ചന്ദ്രവള ഉപയോഗിച്ച് ആലപിച്ചിരുന്ന കാവ്യങ്ങളാണ് രാമകഥാപാട്ടും ഭാരതം പാട്ടും. മഹാകവി ഉള്ളൂർ രചിച്ച ചമ്പൂകാവ്യം സുജാതോദ്വോഹം. മഹാകവി ഉള്ളൂർ രചിച്ച ചമ്പൂകാവ്യം സുജാതോദ്വോഹം. ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെക്കുറിച്ച് പരാമർശിക്കുന്ന പ്രാചീന മണിപ്രവാള ചമ്പു ഉണ്ണിച്ചിരുദേവി ചരിതം. ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെക്കുറിച്ച് പരാമർശിക്കുന്ന പ്രാചീന മണിപ്രവാള ചമ്പു ഉണ്ണിച്ചിരുദേവി ചരിതം. പാട്ടുപ്രസ്ഥാനത്തിലെ പ്രഥമഗണനീയമായ കൃതി രാമചരിതം. മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രാമായണമെന്ന് എൻ കൃഷ്ണപിള്ള വിശേഷിപ്പിച്ച കൃതിയാണ് കണ്ണശരാമായണം. കണ്ണശരാമായണത്തെ മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രാമായണമെന്ന് വിശേഷിപ്പിച്ചത് എൻ കൃഷ്ണപിള്ള. കേരളത്തിലെ വാണിജ്യത്തെപ്പറ്റിയും കപ്പൽപ്പണിയെയും പറ്റിയും പരാമർശമുള്ള പാട്ടുകൃതി തിരുനിഴൽമാല. കേരളത്തിലെ വാണിജ്യങ്ങളെപ്പറ്റിയും കപ്പൽപ്പണിയെയും പറ്റി സൂചനയുള്ള പാട്ടുകൃതി തിരുനിഴൽമാല. കണിയാൻകുളത്ത് പോരിൻ്റെ മറ്റൊരു പേരാണ് ഇരവിക്കുട്ടിപ്പിള്ളപ്പോര്. ശിവരാത്രി മാഹാത്മ്യം എന്ന പാട്ടുകൃതി രചിച്ചത് നിരണത്തു രാമപ്പണിക്കർ. ശിവരാത്രി മാഹാത്മ്യം എന്ന പാട്ടുകൃതി രചിച്ചത് നിരണത്തു രാമപ്പണിക്കർ. കാന്തളൂർ ശാലയെക്കുറിച്ച് പരാമർശിക്കുന്ന പ്രാചീന മണിപ്രവാള കാവ്യം അനന്തപുര വർണ്ണനം. കാന്തളൂർ ശാലയെക്കുറിച്ച് പരാമർശിക്കുന്ന പ്രാചീന മണിപ്രവാള കാവ്യം അനന്തപുര വർണ്ണനം. സന്ധിപ്രകരണം ലീലാതിലകത്തിലെ ഏത് ശില്പത്തിലാണ്? സന്ധിപ്രകരണം ലീലാതിലകത്തിലെ ഏത് ശില്പത്തിലാണ്? മൂന്നാം ശില്പത്തിൽ. സന്ധിപ്രകരണം മൂന്നാം ശില്പത്തിലാണ് ലീലാതിലകത്തിലെ. പ്രാചീന മണിപ്രവാളത്തിലെ ആദ്യ കൃതി വൈശികതന്ത്രം. പ്രാചീന മണിപ്രവാളത്തിലെ ആദ്യ കൃതി വൈശികതന്ത്രം. ചന്ദ്രോത്സവക്കാരനെ പന്തൽ കൊണ്ട് സമ്മാനിക്കണമെന്ന് അഭിപ്രായപ്പെട്ടത് ആർ നാരായണ പണിക്കർ. ചന്ദ്രോത്സവക്കാരനെ പത്തൽ കൊണ്ട് സമ്മാനിക്കണമെന്ന് അഭിപ്രായപ്പെട്ടത് ആർ നാരായണ പണിക്കർ. മന്ദപ്രജ്ഞന്മാർക്കറിവാനായി മനുകുല തിലകനുടെ വൃത്താന്തം ഏത് കൃതിയിലുള്ളതാണ്? മന്ദപ്രജ്ഞന്മാർക്കറിവാനായി മനുകുല തിലകനുടെ വൃത്താന്തം ഏത് കൃതിയിലുള്ളതാണ്? കണ്ണശരാമായണം. കോക സന്ദേശത്തിൻ്റെ മറ്റൊരു പേര് ചക്രവാക സന്ദേശം. കോക സന്ദേശത്തിൻ്റെ മറ്റൊരു പേര് ചക്രവാക സന്ദേശം. 51 അക്ഷരാളി കലിതനു ലതേ വേദമാകുന്ന ശാഖി എന്ന് തുടങ്ങുന്ന പ്രസിദ്ധ സരസ്വതി സുസ്തുതി ഏത് കൃതിയിലുള്ളതാണ്? നൈഷധം ചമ്പു. 51 അക്ഷരാളി കലിത തനുലതേ വേദമാകുന്ന ശാഖി എന്ന് തുടങ്ങുന്ന പ്രസിദ്ധ സരസ്വതി സ്തുതി നൈഷധം ചമ്പുവിലുള്ളതാണ്. മലയാളത്തിലെ സന്ദേശകാവ്യങ്ങളെ പരിഹസിച്ചെഴുതിയ കൃതി. മലയാളത്തിലെ സന്ദേശകാവ്യങ്ങളെ പരിഹസിച്ചെഴുതിയ കൃതി ദാത്യൂഹ സന്ദേശം. രാമചരിതത്തെ പണ്ഡിത ശ്രദ്ധയിൽ ആദ്യം കൊണ്ടുവന്നത് ഹെർമൻ ഗുണ്ടർട്ട്. കാച്ചിക്കുറുക്കിയ രാമായണമെന്ന് പുതുശ്ശേരി രാമചന്ദ്രൻ വിശേഷിപ്പിച്ച കൃതി കണ്ണശരാമായണം. കണ്ണശരാമായണത്തെ കാച്ചിക്കുറുക്കിയ രാമായണമെന്ന് വിശേഷിപ്പിച്ചത് പുതുശ്ശേരി രാമചന്ദ്രൻ.
ഭഗവത്ഗീതയ്ക്ക് മലയാളത്തിലുണ്ടായ ആദ്യ വിവർത്തനം. മാധവ പണിക്കരുടെ ഭാഷാ ഭഗവത്ഗീത. ഭഗവത്ഗീതയ്ക്ക് മലയാളത്തിലുണ്ടായ ആദ്യ വിവർത്തനം മാധവ പണിക്കരുടെ ഭാഷാ ഭഗവത്ഗീത. ആറന്മുള നാരായണനെ സ്തുതിച്ചുകൊണ്ടുള്ള പഴയ പാട്ടുകൃതി. തിരുനിഴൽ മാല. രാമകഥാപാട്ടിന് ഡോക്ടർ പി.കെ. നാരായണപിള്ള രചിച്ച വ്യാഖ്യാനം ഭാഷാ പരിമളം. രാമകഥാപാട്ടിന് ഡോക്ടർ പി.കെ. നാരായണപിള്ള രചിച്ച വ്യാഖ്യാനം ഭാഷാ പരിമളം. ലീലാതിലകത്തിൽ പറയുന്ന പാട്ടിൻ്റെ ലക്ഷണം എങ്ങനെ? ദ്രമിഡ സംഘാതാക്ഷര നിബന്ധ യദുഗമോന വൃത്തവിശേഷയുക്തം പാട്ട്. ലീലാതിലകത്തിൽ എത്ര തരം മണിപ്രവാളം ഉണ്ടെന്നാണ് പറയുന്നത്? 5 തരം മണിപ്രവാളം. സർദാർ കെ എം പണിക്കർ എഴുതിയ സന്ദേശകാവ്യം. സർദാർ കെ എം പണിക്കർ എഴുതിയ സന്ദേശകാവ്യം. ഭൂപസന്ദേശം. ചന്ദ്രോത്സവം ഒരു പരാജയ കവനമാണെന്ന് അഭിപ്രായപ്പെട്ടത് ഇളംകുളം. ഉണ്ണുനീലി സന്ദേശം ചരിത്രദൃഷ്ടിയിലൂടെ. ഈ കൃതിയുടെ കർത്താവ് ഇളംകുളം. ഉണ്ണുനീലി സന്ദേശം ചരിത്രദൃഷ്ടിയിലൂടെ. ഈ കൃതിയുടെ കർത്താവ് ഇളംകുളം. ആർച്ചാക്കൂത്ത് എന്ന നൃത്തവിശേഷത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന പ്രാചീന ചമ്പുകൃതി. ആർച്ചാക്കൂത്തിനെക്കുറിച്ച് പരാമർശമുള്ള ചമ്പുകൃതി ഉണ്ണിച്ചിരുദേവി ചരിതം. ഉണ്ണിച്ചിരുദേവി ചരിതം. ഭാഷയിലെ ആദ്യ ചമ്പുകൃതി ഉണ്ണിയച്ചി ചരിതം. ഭാഷയിലെ ആദ്യ ചമ്പുകൃതി ഉണ്ണിയച്ചി ചരിതം. കാളം പോലെ കുസുമധനുഷോ ഹന്ത പൂങ്കോഴി കൂവി ചോളം പോലെ ചിതറി വിളറി താര കാണാം നിഘായാം. ഈ പ്രഭാതവർണ്ണന ഏത് കൃതിയിലേതാണ്? കാളം പോലെ. ഉണ്ണുനീലി സന്ദേശം. മുണ്ടയ്ക്കൽ സന്ദേശം ഒരു മുഴുത്ത ചിരി എന്ന ലേഖനം എഴുതിയിരുന്നത് കുട്ടിക്കൃഷ്ണ മാരാർ. മുണ്ടയ്ക്കൽ സന്ദേശം ഒരു മുഴുത്ത ചിരി, കുട്ടിക്കൃഷ്ണ മാരാർ. മലയൻകീഴുമായി ബന്ധമുള്ള കണ്ണശക്കവി മലയൻകീഴിൽ മാധവ പണിക്കർ. മഹാഭാരതത്തെ ഉപജീവിച്ചുണ്ടായ ആദ്യത്തെ മലയാള കൃതി. മഹാഭാരതത്തെ ഉപജീവിച്ചുണ്ടായ ആദ്യത്തെ മലയാള കൃതി ഭാരതമാല. ഭാഷാ മിശ്രമിതെൻ്റി കഴാതെ. ഫലശ്രുതി ഏത് കൃതിയിലാണ്? ശിവരാത്രി മാഹാത്മ്യം. ഭാഷാ സംസ്കൃത യോഗവും മണിപ്രവാളം. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഭാഷാ സംസ്കൃത യോഗവും മണിപ്രവാളം. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇത് പല ഓപ്ഷൻസ് തന്ന് ചോദിക്കാറുണ്ട്. കേരള ഭാഷയുടെയും വിഭക്ത്യന്ത സംസ്കൃത പദങ്ങളുടെയും സമഞ്ജസ സമ്മേളനമാണ് മണിപ്രവാളം എന്നത്. കേരള ഭാഷയുടെയും വിഭക്ത്യന്ത സംസ്കൃത പദവും. രാമകഥാപാട്ടും ഭാരതം പാട്ട് പ്രസാധനം ചെയ്തത് ഡോക്ടർ പി.കെ. നാരായണപിള്ളയാണ്. ശൃംഗാരചന്ദ്രിക ഏത് കാവ്യത്തിലെ നായികയാണ്? ശൃംഗാരചന്ദ്രിക. കൊടിയ വിരഹം. കൊടിയ വിരഹത്തിലെ നായികയാണ് ശൃംഗാരചന്ദ്രിക. ചന്ദ്രവളയം എന്ന ഒറ്റവാദ്യം ഉപയോഗിച്ച് ആലപിച്ചിരുന്ന പാട്ടുകൃതി. ചന്ദ്രവളയം ഉപയോഗിച്ച് പാടിയിരുന്ന പാട്ടുകൃതി രാമകഥാപാട്ട്. ലീലാതിലകം ഏത് ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്? സംസ്കൃതം. പാട്ടിൻ്റെ ലക്ഷണത്തിൽ പറയുന്ന മോനയ്ക്ക് ലീലാതിലകത്തിൽ പറയുന്ന പേര്? മുഖാനുപ്രാസം. പാട്ടിൻ്റെ ലക്ഷണത്തിൽ പറയുന്ന മോനയ്ക്ക് ലീലാതിലകത്തിൽ പറയുന്ന പേരാണ് മുഖാനുപ്രാസം. ഉണ്ണുനീലി സന്ദേശം ആദ്യം പ്രസിദ്ധീകരിച്ചത് രസികരഞ്ജിനിയിൽ. ഉണ്ണുനീലി സന്ദേശം ആദ്യം പ്രസിദ്ധീകരിച്ചത് രസികരഞ്ജിനിയിൽ. തുലുക്കപ്പടയുടെ ആക്രമണത്തെക്കുറിച്ചും വേണാട്ടു രാജാവ് ഇരവിവർമ്മയെക്കുറിച്ചും പരാമർശിക്കുന്ന പ്രാചീന മണിപ്രവാള കാവ്യം
ഉണ്ണുനീലി സന്ദേശം. തുലുക്കപ്പടയുടെ ആക്രമണത്തെക്കുറിച്ചും വേണാട് രാജാവിലെ ഇരവിവർമ്മയെക്കുറിച്ച് പരാമർശിക്കുന്ന പ്രാചീന മണിപ്രവാള കാവ്യം ഉണ്ണുനീലി സന്ദേശം. സന്ദേശപ്പാട്ട്, അമ്മാനപ്പാട്ട് എന്നീ വിശേഷണമുള്ള ചമ്പൂകാവ്യം. സന്ദേശപ്പാട്ട്, അമ്മാനപ്പാട്ട് എന്നീ പാട്ട് വിശേഷമുള്ള ചമ്പൂകാവ്യം ഉണ്ണി ചിരുദേവി ചരിതം. ദാമോദര ചാക്യാർ രചിച്ചെന്ന് കരുതുന്ന ചമ്പൂകാവ്യം ഉണ്ണിയാടി ചരിതം. വൈശികതന്ത്രത്തിലെ നായികയുടെ പേര് അനങ്കസേന. മലനാടിതിലേറ്റവും മനോജ്ഞം മലർമാതിനൊരു കേളി നൃത്തരംഗം എന്ന് തുടങ്ങുന്ന കേരള വർണ്ണന ഏത് മണിപ്രവാള കാവ്യത്തിൽ ഉള്ളതാണ്? മലനാടിതിലേറ്റവും മനോജ്ഞം മലർമാതിനൊരു കേളി നൃത്തരംഗം. ഈ കേരള വർണ്ണന ഏതു മണിപ്രവാള കാവ്യത്തിൽ ഉള്ളതാണ്? ഉണ്ണിയാടി ചരിതം. ലീലാതിലകത്തിൽ പറയുന്ന 5 തരം മണിപ്രവാളം: ഉത്തമം, ഉത്തമകൽപ്പം, മധ്യമം, മധ്യമകൽപ്പം, അധമം. ഊഴിയിൽ ചെറിയവർക്കറിയുമാറുര ചെയ്വൻ ഏത് കാവ്യത്തിൻ്റെ ലക്ഷണമാണ്? രാമചരിതം. രാമചരിതത്തിൻ്റെ പ്രതിപാദ്യം വാൽമീകി രാമായണം യുദ്ധകാന്ഡം. ചോദിച്ചിട്ടുണ്ട് ഏത് രാമായണത്തിൻ്റെതാണെന്ന്. വാൽമീകി രാമായണം, അധ്യാത്മരാമായണം, കമ്പരാമായണം എന്നൊക്കെയാണ് ഓപ്ഷൻ അന്ന് പറഞ്ഞു കൊടുത്തിരുന്നത് കേട്ടോ. വാൽമീകി രാമായണം യുദ്ധകാന്ഡത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് രാമചരിതത്തിൻ്റെ പ്രതിപാദ്യം. ലീലാതിലകത്തിൽ വിവരണ രീതി സൂത്രം, വൃത്തി, ഉദാഹരണം. ഒരു 4 ഓപ്ഷൻ തന്നിട്ട് ഇതിൽ അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സൂത്രം, വൃത്തി, ഉദാഹരണം, ഇതാണ് ലീലാതിലകത്തിലെ വിവരണ രീതി. ലീലാതിലകം ആദ്യം തർജ്ജമ ചെയ്തത് അപ്പൻ തമ്പുരാനാണ്. ലീലാതിലകത്തിൻ്റെ ആദ്യം ഇത് മാത്രം തർജ്ജമ ചെയ്തത് അപ്പൻ തമ്പുരാൻ. ശേഷം പ്രയോഗാൽജ്ഞേയം ഈ നയം എവിടെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്? ലീലാതിലകം 3-ാം ശില്പത്തിൽ സന്ധികാരി ചർച്ചയിലാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സന്ധികാര്യം ചർച്ച ചെയ്തിരിക്കുന്നത് ലീലാതിലകത്തിൽ 3-ാം ശില്പത്തിൽ. ഇതും ചോദിച്ചിട്ടുണ്ട്. ഇവിടെയാണ് ശേഷം പ്രയോഗാൽജ്ഞേയം എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലീലാതിലകത്തിൽ പരാമർശിക്കുന്ന സന്ദേശകാവ്യമേത്? ലീലാതിലകത്തിൽ പരാമർശിക്കുന്ന സന്ദേശകാവ്യം കാകസന്ദേശമാണ്. മണിപ്രവാള ഭാഷയിൽ പ്രസിദ്ധങ്ങളായ മുക്തകങ്ങളുടെയും ലഘുകാവ്യങ്ങളുടെയും സമാഹരണത്തിന് പദ്യരത്നം എന്ന പേര് നൽകിയത് കോളന്തേരി ശങ്കരമേനോൻ. ഇകലിൽ വെന്റി വിളയും എന്ന ഫലശ്രുതിയുള്ളത് രാമചരിതത്തിൽ. ലീലാതിലകക്കാരൻ പറയുന്ന മണിപ്രവാള ലക്ഷണങ്ങൾ സർവവും തികഞ്ഞ കൃതി ഏതാണ്? വൈശികതന്ത്രം. ഭാഷയിലെ ദ്വിതീയാക്ഷരപ്രാസത്തിന് ലീലാതിലകക്കാരൻ പറയുന്ന പേര്? ദ്വിതീയാക്ഷരപ്രാസത്തിന് ലീലാതിലകക്കാരൻ പറയുന്ന പേര് എതുക. രമിയുടെ സംഘാതാക്ഷരങ്ങൾ ആകെ എത്രയാണ്? 30. ഓണത്തെക്കുറിച്ചും വേണാട്ടു രാജാവിനെക്കുറിച്ചും പരാമർശിക്കുന്ന പ്രാചീന ചമ്പൂകാവ്യം. ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന പ്രാചീന ചമ്പൂകാവ്യം ഉണ്ണിയച്ചി ചരിതം. കേരളത്തിലെ വ്യാകരണത്തെക്കുറിച്ചും കാവ്യശാസ്ത്രത്തെക്കുറിച്ചുള്ള ആദ്യത്തെ ലക്ഷണ ഗ്രന്ഥമാണ് ലീലാതിലകം. രാമചരിതത്തിൽ ആകെ പാട്ടുകൾ 1814. തമിഴ് സംസ്കൃതമെന്നുള്ള സുമനസ്സുകൾ കൊണ്ടൊരു ഇണ്ടമാല തൊടുക്കിൻ്റെൻ പുണ്ടരീകാക്ഷ പൂജയാൽ. ലീലാതിലകത്തിൽ ഉദ്ധരിച്ചിരിക്കുന്ന ഈ വരികൾ ഏതു പ്രാചീന കൃതിയിലുള്ളതാണ്? അനന്തപുര വർണ്ണനത്തിലാണ്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. തമിഴ് സംസ്കൃതമെന്നുള്ള ഇത് അനന്തപുര വർണ്ണനത്തിലെ വരിയാണ്. നരപാലകർ ചിലരതിനു വിറച്ചാൽ നലമുട ജാനകി സന്തോഷിച്ചാൽ. ഈ സീതാസ്വയംവര വർണ്ണനയാണത്. കണ്ണശ രാമായണത്തിലെ വരിയാണ്.
സീതാ സ്വയംവര വർണ്ണനയാണ്. കണ്ണശരാമായണത്തിലെ വരികളാണ്. ലീലാതിലകം ഒന്നാം ശില്പം തർജ്ജമ ചെയ്തിരിക്കുന്നത് അപ്പൻ തമ്പുരാനാണെങ്കിൽ സമ്പൂർണ്ണ തർജ്ജമ ചെയ്തത് ആറ്റൂരാണ്. ആദ്യത്തെ ഭാഷാ ചമ്പുകൃതിയായ ഉണ്ണിയേച്ചി ചരിതത്തിൻ്റെ കർത്താവ് തേവൻ ചിരികുമാരൻ. തുലുക്കക്കാശിനെക്കുറിച്ച് പരാമർശമുള്ള ചമ്പുകൃതിയാണ് ഉണ്ണിയാടി ചരിതം. ശുചീന്ദ്രൻ കൈമുക്ക് പരാമർശമുള്ളതാണ് ലക്ഷ്മിദാസൻ്റെ ശുകസന്ദേശത്തിൽ. ശുചീന്ദ്രൻ കൈമുക്കിനെ കുറിച്ച് പരാമർശമുള്ളത് ലക്ഷ്മിദാസൻ്റെ ശുകസന്ദേശത്തിൽ. മലയാള ഭാഷയിലുണ്ടായ ആദ്യത്തെ സന്ദേശകാവ്യം ഉണ്ണിനേലി സന്ദേശം. അതാദ്യം പ്രസിദ്ധീകരിച്ച രസികരഞ്ജിനിയിൽ 1081. ഉണ്ണിനേലി സന്ദേശം, അതിലെ സന്ദേശവൃത്തം എന്ന് പറയുന്നത് മന്ദാക്രാന്ത വൃത്തമാണ്. സന്ദേശവൃത്തം എന്ന് പറയുന്നത് കേരളീയ കവി എഴുതിയ ആദ്യത്തെ സംസ്കൃത ചമ്പുവാണ് അമോഘരാഘവം. മലയാളത്തിലെ ഏറ്റവും വലിയ ചമ്പുകൃതിയാണ് രാമായണം ചമ്പു. മലയാളത്തിലെ ഏറ്റവും വലിയ ചമ്പുകൃതി രാമായണ ചമ്പു. കാന്തളൂർച്ചാല പരാമർശമുള്ളത് അനന്തപുര വർണ്ണനയിലാണ്. ഭാഷാമിശ്രമിതൻ്റികഴാതെ ഫലശ്രുതിയുള്ളത് ശിവരാത്രി മാഹാത്മ്യത്തിൽ. തുഞ്ചൻ ദിനം എന്നറിയപ്പെടുന്നത് ഡിസംബർ 31. എഴുത്തച്ഛൻ ദിനം, തുഞ്ചൻ ദിനം ഡിസംബർ 31. തുഞ്ചൻ സ്മാരകത്തിൽ നിന്നും വള്ളത്തോളിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച മാസികയാണ് രാമാനുജൻ. തുഞ്ചൻ സ്മാരകത്തിൽ നിന്നും വള്ളത്തോളിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച മാസിക രാമാനുജൻ. സുന്ദരകാന്ഡ വൃത്തം കളകാഞ്ചി. സുന്ദരകാന്ഡത്തിലെ വൃത്തം കളകാഞ്ചി. നമുക്കെഴുത്തച്ഛനെടുത്ത ഭാഷ ക്രമക്കണക്കേ ശരണം. ഈ അഭിപ്രായം ആരുടേതാണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. നമുക്കെഴുത്തച്ഛനെടുത്ത ഭാഷ ക്രമക്കണക്കേ ശരണം എന്ന അഭിപ്രായം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കൃഷ്ണഗാഥയ്ക്ക് വടക്കങ്കൂർ തയ്യാറാക്കിയിരിക്കുന്ന വ്യാഖ്യാനത്തിൻ്റെ പേര്? ഗാഥാപ്രകാശകം. ഗാഥ എന്ന പേര് ലഭിച്ച ദ്രാവിഡ വൃത്തം? മഞ്ചരി. കിളിപ്പാട്ടിൽ എഴുത്തച്ഛൻ ഏറ്റവും കൂടുതൽ പ്രയോഗിച്ചിരിക്കുന്ന വൃത്തം? കാകളി. മഹാഭാരതം കർണപർവത്തിൽ എഴുത്തച്ഛൻ പ്രയോഗിച്ചിരിക്കുന്ന വൃത്തം? അന്നനട. വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലാകാലേ. ഈ സരസ്വതി വർണ്ണന ഏതു കൃതിയിലുള്ളതാണ്? അധ്യാത്മരാമായണം കിളിപ്പാട്ട്. പഞ്ചതന്ത്രം കിളിപ്പാട്ട് ആരുടേതാണ്? കുഞ്ചൻ നമ്പ്യാർ. ആപത്തു വന്നെടുത്തിടുന്ന നേരത്തു ശോഭിക്കയില്ലടോ സജ്ജന ഭാഷിതം. ഈ വരികൾ ആരുടേതാണ്? എഴുത്തച്ഛൻ. മഹാഭാരതം കിളിപ്പാട്ടിൽ എത്ര പർവ്വങ്ങളുണ്ട്? 21. മഹാഭാരതത്തിൽ 18 പർവ്വങ്ങളാണ് നമ്മൾ ആദ്യം പഠിച്ച വീഡിയോയുടെ. ഇത് മഹാഭാരതം കിളിപ്പാട്ട് എഴുത്തച്ഛൻ്റെ. ഇതിൽ 21 ചോദിച്ചിട്ടുണ്ട് തെറ്റിക്കാൻ വേണ്ടി. ശ്രദ്ധിക്കുക, മഹാഭാരതം കിളിപ്പാട്ടിൽ 21, മഹാഭാരതത്തിൽ 18. ഊനകാകളിയെ അധിക മഞ്ചരി എന്ന് വിശേഷിപ്പിച്ചത്? NV കൃഷ്ണവാര്യർ. ദ്രാവിഡ വൃത്തത്തിലുള്ള ആദ്യത്തെ മഹാകാവ്യം കൃഷ്ണഗാഥ. കൃഷ്ണഗാഥ രചനയ്ക്ക് അവലംബമായ കൃതി? ഭാഗവതം ദശമസ്കന്ധം. കൃഷ്ണഗാഥ രചനയ്ക്ക് അവലംബം ഭാഗവതം ദശമസ്കന്ധം. സുന്ദരകാന്ഡത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന വൃത്തം കളകാഞ്ചി. അന്നനട എന്ന വൃത്തത്തിൻ്റെ ഉപജ്ഞാതാവ് എഴുത്തച്ഛൻ. ചേണുക്കും പുതുമലയാൺമതൻ മഹേശ്വരൻ വാണരുളിയ പുണ്യക്ഷേത്രമേ നമസ്കാരം. ഇത് വള്ളത്തോളിൻ്റെ വരികളാണ്. രചിച്ചതെന്ന് കരുതുന്ന അക്ഷരമാല സ്തോത്രകൃതിയാണ് ഹരിനാമ കീർത്തനം. കൃഷ്ണഗാഥ രചിക്കാൻ നിർദ്ദേശിച്ച രാജാവ് ഉദയവർമ്മൻ. ഇവരുടെ ഗീതാഗോവിന്ദത്തിന് ഭാഷാഷ്ടപതി എന്ന പേരിലൊരു പരിഭാഷ തയ്യാറാക്കിയത് രാമപുരത്ത് വാര്യർ.
ജയദേവരുടെ ഗീതാഗോവിന്ദത്തിന് ഭാഷാഷ്ടപതി എന്ന പേരിലൊരു പരിഭാഷ തയ്യാറാക്കിയത് രാമപുരത്തു വാര്യർ. രാമപുരത്തു വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിന് ആധാരമായ കൃതി സുധാമാചരിതം. ഭാഗവതം ദശമസ്കന്ധത്തിലെ സുധാമാചരിതം. മേൽപ്പത്തൂരിൻ്റെ സമകാലികൻ എന്ന് വിശ്വസിക്കുന്ന കവി പൂന്താനം. മേൽപ്പത്തൂരിൻ്റെ സമകാലികൻ എന്ന് വിശേഷിപ്പിക്കുന്നത് പൂന്താനം. ചോദിച്ചിട്ടുണ്ട്, ഓപ്ഷൻ തന്നിട്ടുണ്ട്. പൂന്താനം. പൂന്താനത്തിൻ്റെ ആദിമസിദ്ധിയും അന്തിമസിദ്ധിയും ഭക്തിയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് പ്രൊഫസർ എൻ കൃഷ്ണപിള്ള. പൂന്താനത്തിനെയും മേൽപ്പത്തൂരിനെയും ബന്ധിച്ച് മഹാകവി വള്ളത്തോൾ രചിച്ച കവിത ഭക്തിയും വിഭക്തിയും. ജ്ഞാനപാനയ്ക്ക് ശിവാരവിന്ദം എന്ന പേരിൽ ഒരു വ്യാഖ്യാനം രചിച്ചത് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ. ജ്ഞാനപാനയ്ക്ക് ശിവാരവിന്ദം എന്ന പേരിൽ വ്യാഖ്യാനം രചിച്ചത് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ. എഴുത്തച്ഛൻ്റെ കൃതികളിലെ ചില തെരഞ്ഞെടുത്ത പ്രധാന വരികൾ: ആപത്തു വന്നിടത്തിടുന്ന നേരത്തു ശോഭിക്കയില്ലടോ സജ്ജന ഭാഷിതം. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. കോപമാകുന്നത് വിത്തെന്നറിയണം പാപമാകുന്ന മരാമരത്തിനടോ. ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം ജന്മം മരിച്ചവർക്കും വരും നിർണയം. പൂന്താനത്തിൻ്റെ പ്രധാന കൃതികളിലെ വരികളാണ്: സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ. ഒരു കോപം കൊണ്ട് അങ്ങോട്ടു ചാടിയാൽ ഇരുകോപം കൊണ്ട് ഇങ്ങോട്ടു പോരാമോ. കോട്ടയം തമ്പുരാൻ്റെ ആട്ടക്കഥകളാണ് ഭഗവതം, കല്യാണ സൗഗന്ധികം, കിർമീരവധം, നിവാത കവച കാലകേയവധം. അരങ്ങിനു പിന്നിൽ കലാമണ്ഡലം കേശവൻ്റെ ആത്മകഥയാണ്.